രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതാക്കളുടെ നേതൃത്വത്തിൽ വീടുകൾ കയറി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ വീടുകൾ കയറി പ്രതിഷേധമാണോ, വീടുകൾ കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണോ? എന്താണ് ഈ പ്രതിഷേധത്തിന്റെ രീതി? സ്മൃതി, അല്പസം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇപ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പാലക്കാട് പറക്കുന്നത്തെ ഓരോ വീടുകളിലേക്ക് എത്തുന്നു, കടകളിലേക്ക് എത്തുന്നു. ഇതിനുശേഷം പിന്നീട് രാഹുലിനെതിരെയായിട്ടുള്ള ഈ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ഓരോ ആളുകളോടും വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അവരോട് വിശദീകരിക്കുന്നത് ഒരു കൊടു ക്രിമിനൽ. ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരെ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടം പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഡസനോളം വരുന്ന വനിതകളും അതിലൊരു ട്രാൻസ് വുമണും ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇന്നലെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അപ്പോൾ ഇതുവരെ കേസുണ്ടോ, പരാതിയുണ്ടോ എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസും എല്ലാം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ജനങ്ങളിലും വീടുകളിലേക്കും എത്തിക്കാനുള്ള ഇത്തരത്തിൽ നേരിട്ട് പാലക്കാട് മണ്ഡലത്തിലെ ഒരു വോട്ടർമാർ, അപ്പോൾ അതിൻ്റെ ഒരു മണ്ഡലം തല ഉദ്ഘാടനമായിട്ടാണ് ഇവിടെ പറക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വീടുകൾ ഇപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ മാത്തൂരും അതുപോലെ തന്നെ പിരായിരിയിലും പാലക്കാട് ഉൾപ്പെടുന്ന മുഴുവൻ കണ്ണാടി ഉൾപ്പെടെയുള്ള മുഴുവൻ പഞ്ചായത്തുകളിലെയും വീടുകൾ കയറി ആളുകളെ നേരിട്ട് കണ്ട് ഈ ക്യാമ്പയിൻ്റെ തുടർച്ചയിൽ MLA രാജിവെക്കുന്നത് വരെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ ഇപ്പോൾ ഡിവൈഎഫ്ഐയും SFIയും ഒരുമിച്ച് നടത്തുന്നതാണ്. അവരുടെ കയ്യിൽ ഈ പോസ്റ്ററുകളുണ്ട്. ആ പോസ്റ്ററുകൾ നമുക്ക് വായിക്കാം. ഇനിയും തുടരണോ ഈ കൊടും ക്രിമിനൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐയും SFIയും ചേർന്ന് ഇത്തരത്തിൽ ഗൃഹസന്ദർശന ക്യാമ്പയിൻ നടത്തുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടറി വിപിൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. SFIയും ഇനി രാഹുലിന്റെ രാജിവരെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതെ, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നത് വരെ SFI ഈ പറയുന്ന തരത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. കാരണം കോൺഗ്രസിന് വേണ്ടാത്ത, യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത, ഈ നാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം. ആ മാലിന്യത്തെ പാവപ്പെട്ട, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങൾ സഹിക്കണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. രാഹുൽ മാങ്കൂട്ടം എത്രയും പെട്ടെന്ന് തന്നെ രാജിവെക്കണം. ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം തയ്യാറാവണം. അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ ഇന്ന് ജില്ലയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഷാഫി പറമ്പിലും ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം. കാരണം ഷാഫി ഇവിടെ നിന്ന് രാജിവെച്ചുകൊണ്ട് വടകരയിൽ പോയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഷാഫി പറമ്പിലാണ് വീടുകൾ കയറിയുള്ള ക്യാമ്പയിനിലേക്കാണ് പ്രവർത്തകർ നീങ്ങുന്നത്. അതേസമയം ഇന്ന് പാലക്കാട്ടേക്ക് ഷാഫി പറമ്പിൽ എത്തുകയും ചെയ്യുന്നു.